ഹായ് ഹലോ വെൽക്കം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയുടെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആകെ ഒരു 4 ടൈപ്പ് മീനാണ് വാങ്ങിച്ചത് കേട്ടോ. അയല വാങ്ങിച്ചു, പിന്നെ ചൂര, ഞണ്ട്, കണവ, ഇത്രയും സാധനങ്ങളാണ് വാങ്ങിയത്. അപ്പം അയല ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പെരുമാതുറ ബീച്ചിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്. 200 രൂപയ്ക്ക് നല്ല ഫ്രഷ് അയലയായിരുന്നു കേട്ടോ. അത് നല്ലതായിരുന്നു. കാര്യം ആ ചേച്ചിമാർ പിടിച്ചുകൊണ്ട് വന്ന ഉടനെ വിൽക്കുന്നതായിരുന്നു. അപ്പോൾ നല്ല ഫ്രഷ് അയലയായിരുന്നു, നല്ല ടേസ്റ്റുമായിരുന്നു അത്. പിന്നെ ചൂര വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചൂരയും കണവയും കണിയാപുരം മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ കണവ കുഴപ്പമില്ല, മോശമൊന്നും അല്ലായിരുന്നു. പക്ഷേ ചൂര ഭയങ്കര മോശമായിരുന്നു കേട്ടോ. അപ്പോൾ ചൂര മോശമായതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞു ചൂരയും അയലയും അമ്മ കട്ട് ചെയ്യാം, ഇല്ലയെന്നുണ്ടെങ്കിൽ ചൂര ഒന്നും കാണില്ല കഴുകി എടുക്കുമ്പോൾ. അത്രയ്ക്ക് മോശമായിരുന്നു. കണ്ടില്ല, അത് അരിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ പഴമൊക്കെ കട്ട് ചെയ്യും പോലെ ഇങ്ങനെ കട്ടായി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ അത് ഫ്രൈ ആക്കിയാണ് ചെയ്തത്. അപ്പോൾ അത് അമ്മ അതെല്ലാം കഴുകി റെഡിയാക്കി. അപ്പോൾ അതാ ചൂരയും കട്ട് ചെയ്തൊക്കെ വച്ചിട്ടുണ്ട്. ഇനി അതും കൂടെ കഴുകിയെടുക്കണം. അപ്പോൾ കണവ ഞാൻ ഏറ്റെടുത്തു കേട്ടോ. കണവ ഞാൻ കഴുകാമെന്ന് വിചാരിച്ചു. കാരണം കണവ കഴുകാൻ എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. അത് ഇങ്ങനെ ക്ലീനാക്കി എടുക്കുമ്പോൾ നല്ല വൈറ്റ് കളറിലാവുന്നത് കാണുമ്പോൾ തന്നെ ഒരു റിലാക്സിങ് ആണ്. അതുകൊണ്ട് കണവ ഞാനങ്ങ് എടുത്ത് കഴുകാനായിട്ട്. പിന്നെ കണവ കുക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാം, കാണാത്തവർ കാണണം കേട്ടോ. അതുപോലെ തന്നെ ഞണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞണ്ടും നല്ലതായിരുന്നു കേട്ടോ. അവസാനം ഞണ്ട് വാങ്ങാൻ പോയിട്ട് ഞങ്ങൾക്ക് ഞണ്ടൊന്നും കിട്ടിയില്ല തിരിച്ചു വരുമ്പോൾ. അങ്ങനെ ഞങ്ങൾ ശ്രീകാര്യത്തുനിന്ന് വീട്ടിലേക്ക് ഓട്ടോയിൽ വരുന്ന സമയത്ത് ശ്രീകാര്യം മാർക്കറ്റിൽ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ഞണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് പെട്ടെന്ന് ഓട്ടോ നിർത്തി ഞണ്ട് വാങ്ങിച്ചത്. ഞണ്ട് 200 രൂപയ്ക്ക് എന്തോ ആണ് വാങ്ങിയത് കേട്ടോ. കറക്റ്റ് ഓർക്കുന്നില്ല, ഇപ്പോൾ കുറച്ച് ദിവസമായല്ലോ. പക്ഷേ ഞണ്ട് നല്ലതായിരുന്നു. അപ്പം ഞണ്ട് ക്ലീൻ ചെയ്തത് നാത്തൂനാണേ. അപ്പോൾ കണവ ഞാൻ ക്ലീൻ ചെയ്തു. അതിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നില്ല, കാര്യം ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞണ്ടിൻ്റെ ക്ലീനിങ്ങും അതിൻ്റെ കുക്കിങ്ങും ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചാനലിൽ. അപ്പോൾ കാണാത്തവരതൊക്കെ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ ചാനൽ ഗ്രോ ആവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കണവയൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് കഴുകിയൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ആരും വിചാരിക്കരുത് ഒരുപാട് മീനൊക്കെ വാങ്ങിച്ച് ഭയങ്കര ലാവിഷാണ്, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഇതൊക്കെ വളരെ റെയറായിട്ടുള്ള സംഭവങ്ങളാണ്. ഇത് അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, നാത്തൂൻ്റെയും അനിയൻ്റെയും. അപ്പോൾ അവരുടെ ഒരാഗ്രഹത്തിൻ്റെ പേരിൽ നമ്മൾ ചെയ്തതാണ്. അല്ലാതെ ഇതൊന്നും നമ്മൾ സ്ഥിരമല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മീനൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ വാങ്ങിക്കാറുള്ളൂ. അവർ ഡെയിലിയൊക്കെ അമ്മ ഒന്നരാടോ അങ്ങനെയൊക്കെ വാങ്ങാറുണ്ട്. എൻ്റെ വീട്ടിൽ ഞാൻ ഒരാഴ്ചയിൽ ഒരിക്കലൊക്കെ മാത്രമേ മീൻ വാങ്ങാറുള്ളൂ. അപ്പോൾ അതാണ് പറയാനുള്ളത്. പിന്നെ ഈ കണവയുടെ തലയിലെ ഒരു കല്ല് പോലൊരു സാധനം ഉണ്ടാവും. അപ്പോൾ അതും കൂടെ എടുത്ത് കളയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കണവയെല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തൊക്കെ എടുത്തു. അപ്പോൾ നാത്തൂനാണത് കഴുകിയത്. അപ്പോൾ കൈ കണ്ടപ്പോഴാണ് ഓർത്ത് മറന്നുപോയി കേട്ടോ. ഞാൻ കട്ട് ചെയ്ത് കൊടുത്ത അവളാണത് കഴുകിയൊക്കെ എടുത്തത്. നമ്മുടെ തക്കുടും എന്തായാലും നോക്കിയിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കണ്ട, ആൾ നല്ല കുണ്ടണിയാണ്. അപ്പം അവൻ എന്ത് ചെയ്തെന്നറിയുമോ, കുറച്ച് നേരം നോക്കിയിരുന്നിട്ട് ഒരു കല്ലെടുത്ത് ഈ മീൻ ഫസ്റ്റ് വാഷ് ചെയ്യുന്നതിന് മുന്നേ കണവ വാഷ് ചെയ്തതിന് മുമ്പ് ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അതിനകത്തേക്ക് ഒരു കല്ലെടുത്തിട്ടു. നേരെ ആ വെള്ളമെല്ലാം തെറിച്ച് എൻ്റെ പുറത്തേക്ക് വീണു കേട്ടോ. അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളുണ്ട് അവൻ്റെ കയ്യിൽ. പക്ഷേ ആൾ ഭയങ്കര ക്യൂട്ടാണ്. അപ്പോൾ അവൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഈ കണവ അവൻ കണ്ടിട്ടില്ല അധികം. അപ്പോൾ അതാണ് അവൻ ഇങ്ങനെ അടുത്ത് തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഐഷു ആ ദിശയിലൊന്നുമില്ല. ഐഷു TV എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഞണ്ട് ക്ലീൻ ചെയ്ത നാത്തൂനാണേ. അവളാണ് അതിൽ എക്സ്പേർട്ട്. അവൾ തന്നെയാണ് അത് റോസ്റ്റ് ആക്കിയതും. നല്ല ടേസ്റ്റായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, ഈ ഞണ്ടിന് ഒരു കാല് മാത്രമേ ഉള്ളായിരുന്നു വലുത്. അതുകൊണ്ടായിരിക്കും അതിങ്ങനെ ലോക്കൽ മാർക്കറ്റിലേക്ക് വന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു കാലേ ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ ഈ ഞണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണെന്ന്. അറിയാമായിരിക്കും എല്ലാവർക്കും. അറിയാത്തവർ അതൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ.
അപ്പോൾ അതാ ഞണ്ടൊക്കെ നല്ല നീറ്റായിട്ട് അവൾ കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിക്ക് അത് ക്ലീനാക്കി. അപ്പോൾ നമുക്കിനി അടുക്കളയിലോട്ടൊന്ന് പോയി നോക്കാം. ദാ അമ്മ അവിടെ മരിച്ചീനി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. മരിച്ചീനി ഇളക്കാനുള്ളതാണ്. മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് അതൊക്കെ ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോഴത്തേക്കും ഞാൻ കണവയുടെ പ്രോസസ്സൊക്കെ തുടങ്ങി കേട്ടോ. കണവ ഏകദേശം വേകാറുമായിട്ടുണ്ട്. കണവയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ അപ്പോഴത്തേക്കും നാത്തൂനതാ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് അതെല്ലാം ചതച്ച് റെഡിയാക്കിയിട്ടുണ്ട്. കൊച്ചുള്ളി, ഇത് ഞണ്ട് റോസ്റ്റിനുള്ളതാണ് കേട്ടോ. പിന്നെ അപ്പോഴത്തേക്കും അമ്മ മരച്ചീനിയൊക്കെ റെഡിയാക്കി. പിന്നെ നാത്തൂനാണ് സാലഡും ഒക്കെ ഉണ്ടാക്കിയത്. ചെറിയൊരു സാലഡും ഒക്കെ റെഡിയാക്കി. അതിൻ്റെ ഇടയ്ക്ക് തന്നെ അമ്മ ചൂര മീൻ ഫ്രൈ ചെയ്യുകയും ചെയ്തു. പിന്നെ അയല മീൻ കറിയാക്കുകയും ചെയ്തു. അമ്മ നല്ല ഫാസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ ഞണ്ട് റോസ്റ്റൊക്കെ റെഡിയായി. അപ്പോൾ ഓൾ സെറ്റാണ്. ഇനി നമുക്ക് അവർക്ക് ഫുഡ് കൊടുക്കാം. അപ്പോൾ അതാ സാലഡ്, കണവത്തോരൻ, ഞണ്ട് റോസ്റ്റ്, പിന്നെ ഇതാ മീൻ ഫ്രൈ ആണ് കേട്ടോ. ചൂര മീനിൻ്റെ ഫ്രൈ ആണ്. പിന്നെ മരിച്ചീനി ഇളക്കിയതാണിത്. പിന്നെ നമ്മൾ ഇലയിട്ട് അങ്ങോട്ട് വിളമ്പി കേട്ടോ. അങ്ങനെ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഒരു സീ ഫുഡ് ലഞ്ച് തന്നെ റെഡി ആയിട്ടുണ്ട്. കൂടുതലും പണിയെടുത്തത് നാത്തൂൻ തന്നെയാണ് കേട്ടോ. നാത്തൂനും അമ്മയൊക്കെ തന്നെയാണ്. ഞാൻ ചെറുതായിട്ടൊക്കെ മാത്രമേ ഹെൽപ്പ് ചെയ്തുള്ളൂ, കാരണം നമ്മൾ ഗസ്റ്റ് ആണല്ലോ. അപ്പോൾ അവർക്ക് തന്നെയാണ് ക്രെഡിറ്റ് എല്ലാം. നല്ല ഉഗ്രൻ ടേസ്റ്റായിരുന്നു എല്ലാം. അപ്പോൾ അങ്ങനെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് നല്ല കമൻ്റ് ആണെങ്കിലും എന്തെങ്കിലും ഞാൻ മാറ്റാനുള്ള കാര്യങ്ങളുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.